നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചത് ഹാൻഡിൽ വെക്കാൻ പോവാണ്. ഇതിൽ വെച്ചപ്പം വേറെ ലെവലായി കേട്ടോ. പിന്നെ അവസ്ഥയില്ലേ, വണ്ടി ഞാനൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് കുറച്ച് ഡീസലൊക്കെ ഇട്ട് സെറ്റപ്പാക്കി കൊണ്ടുവന്ന മഴ പെയ്തു. ഇനി ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, ഇത് ആ സെയിം ഡേ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചത് ഹാൻഡിൽ വെക്കാൻ പോവാണ്. ഇത് ശരിക്കും എനിക്ക് ഷോറൂമിൽ നിന്നൊന്നും കിട്ടിയല്ല, ഷോറൂമിലൊന്നും ഒരു സാധനവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്ത് വേറൊരു ഷോപ്പിൽ നിന്ന് തന്നെ, അതായത് നട്ട്സ് ആൻഡ് ബോൾട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ കേട്ടോ. അത് ഏതാണ്ട് 920 രൂപയായി, ഷിപ്പിങ്ങും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ നമ്മളിത് തിരിച്ചിത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും നമ്മളത് പണിയുന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വേറെ നടന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാം. സാധനമെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേണ്ട, ഇതൊരു ഡ്യൂക്കിൻ്റെ ഗ്രിപ്പാട്ടോ. ഡ്യൂക്കിൻ്റെ RCയുടെ ആണ്, ഡ്യൂക്കിൻ്റെയും പറയാം, രണ്ട് സെയിം ആണല്ലോ. അപ്പോൾ ഇതുമുണ്ട്. അപ്പോൾ ഇതും കൂടി ഇന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വണ്ടി ഒന്ന് കഴുകണം. അത് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവിടെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് അഴിക്കാനായിട്ട്. അതായത് ഈ ഒരു ലിവർ അഴിക്കുക, അതായത് സെറ്റ് ഫുള്ള്. പിന്നെ നമ്മുടെ ഇതഴിക്കണം, ഇതിൻ്റെ അടി 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ LK ഉണ്ട്, ഇവിടെ ഒരു LK ഉണ്ട്. അതുപോലെ തന്നെ സെയിം അവിടെ തന്നെ ഇവിടെ ഒരു 10ൻ്റെ ഒരു ബോൾട്ടും. അതെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ ഇത് നൂരി പോരും കേട്ടോ. അപ്പോൾ അതെ, ഇവനാട്ടോ അഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഊരിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹാൻഡിൽ. ഓ, ഇതിൻ്റെ അകത്തൊന്ന് പൊളിച്ചെടുക്കാനായിട്ട് എത്ര നേരം എടുത്തെന്നറിയാവോ. അങ്ങനെ സെറ്റാണ്. ഇത് 390യുടെ ഹാൻഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്, അവിടെ ഇതുമുണ്ട്. ഇവിടെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, അത് പണിയാണ്. അതുകൊണ്ട് എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, ഇതായിരിക്കും കുറച്ചുകൂടെ ചേരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ എടുത്തത്. ബ്ലാക്കിന് 100 രൂപ സംതിങ് കൂടുതലുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഹോൾഡറും അത് കയറ്റി സെറ്റ് ചെയ്തിട്ട്, ഇതുണ്ടോ ഈ ഒരു ഹോൾഡർ കയറ്റി സെറ്റ് ചെയ്യണം. ഇത് ഞാൻ ഇവിടെ ഹോളൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതുണ്ടല്ലേ, ഹോളൊക്കെ നേരത്തെ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ ഈ ഷോപ്പൊന്ന് ജസ്റ്റ് ഒന്ന് താത്താലോന്നും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ ചെയ്യട്ടെ കേട്ടോ. അതേണ്ട നമ്മുടെ ഈ ഒരു സാധനവും കൂടി മാറും കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലച്ച് ലിവർ സെറ്റ്. ഇതിന് വരുന്നത് 305 രൂപ കേട്ടോ. അപ്പോൾ ഇതും കൂടെ സെറ്റ് വെക്കാം. ഇതെല്ലാം ഊരി ഈ സാധനവും കയറ്റി സെറ്റ് ചെയ്തു. ഇനിയിപ്പം ബാക്കിയും കൂടെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് ഹാൻഡിലും കയറ്റി ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. മിററെല്ലാം വെച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഓടിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഞാൻ സിംഗാംബുഷ് മാറിയിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞില്ല. സിംഗാംബുഷ് മാറിക്കഴിഞ്ഞപ്പോൾ പുറകിന് കുറച്ചുകൂടെ ഹൈറ്റൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വണ്ടി വേറെ ലെവലായിട്ടുണ്ട്, സെറ്റാണ്. ഇനിയിപ്പോൾ മറ്റേ നമ്മുടെ മൊബൈൽ ഹോൾഡറും കൂടെ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിത് എല്ലാ സാധനവും വണ്ടിയൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സാധനവും വെച്ചു, നമ്മുടെ ഹോൾഡർ, പിന്നെ നമ്മുടെ ഹാൻഡിലും സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോൻ എന്നെ രസമായെന്നറിയാം. ഇപ്പോൾ ആ ക്ലച്ചിൻ്റെയൊക്കെ ആ ഒരു ഫീലേ മാറിപ്പോയി കേട്ടോ. നമ്മുടെ റൈഡിങ്ങിൻ്റെ ആണെങ്കിൽ പോലും വണ്ടി, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കി, നല്ല സെറ്റ്. നമ്മുടെ ആ പഴയ ആ ഒരു പെർഫോമൻസ് തന്നെ ഇപ്പോഴും വണ്ടിയിലുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി കഴുകണം. ഇനിയിപ്പോൾ ഇന്ന് നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പോവാം. വണ്ടി കഴുകുന്നുണ്ട്. സിംഗാംബുഷൊക്കെ മാറി കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടല്ലോ, വണ്ടി വേറെ ലെവലായിട്ടുണ്ട്. മീൻസ് എന്താ പറയുക, വണ്ടിക്ക് ഒരു പഴയ ആ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് വീണ്ടും കിട്ടി എന്ന് പറയാം. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടിയും കൊണ്ട് കാണിക്കാതായിട്ടൊന്നുമില്ല, അതുപോലെ മാരകമായിരുന്നു. അപ്പോൾ ഹാൻഡിൽ വെച്ചപ്പം വേറെ ലെവലായി കേട്ടോ. ഹാൻഡിൽ നല്ല രസമുണ്ട് പിടിക്കാനായിട്ട്. ഇനിയിപ്പോൾ സൈഡിൽ ഈ ഒരു സൈഡ് ശകലം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഇൻസുലേഷൻ ചുറ്റി വെച്ചു, അല്ലെങ്കിൽ ഒരു വൃത്തികേട് പോലെ. ഡ്യൂക്കിൻ്റെ ഇതും ഇട്ടു, നമ്മുടെ ഹോൾഡറും വെച്ചു കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി കഴുകുന്നത് നാളെ എടുക്കാം. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് കഴുകാമെന്ന് ഓർത്ത്. കാരണം ഇത്രയും ദിവസം ഇവിടെ ഇരുന്നതുവാ മൊത്തം ചെളിയുമായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ പോയിട്ട് വന്നപ്പോഴേക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത് ഡേ 2 ആണ്. അതായത് ഇന്നലെ നമ്മൾ ഹാൻഡിൽ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ജസ്റ്റ് വണ്ടി കഴുകുന്ന ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് എടുക്കാമെന്ന്. അപ്പോഴേക്ക് ഇപ്പം നമ്മൾ നേരത്തെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം വൈകുന്നേരമായി. രാവിലെ തൊട്ട് കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം വൈകുന്നേരം പോകുന്നത്. വൈകുന്നേരം കറക്റ്റ് വണ്ടി കഴുകാൻ നേരത്ത് മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിത് വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴുകാം കേട്ടോ. സെറ്റാക്കണം, പെവറാക്കിയേക്കാം ഇന്ന്. അപ്പോൾ ഇത് വാങ്ങിക്കേ, മൊത്തം മഴ പെയ്യുന്നത് പിന്നെ അവസ്ഥയല്ലേ. വണ്ടി ഞാനൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് കുറച്ച് ഡീസലൊക്കെ ഇട്ട് സെറ്റപ്പാക്കി കൊണ്ടുവന്നതാണ്. മഴ പെയ്തു. ഇനിയിപ്പോൾ മിക്കവാറും ഇന്ന് കഴുക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴുകിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ എന്നാ ചെയ്യുമെന്ന് നോക്കട്ടെ. മഴ കുറയുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എന്തായാലും വരാട്ടോ. അത്യാവശ്യം മഴ ചാറുന്നുണ്ട് കേട്ടോ. വണ്ടി കഴുക്കൊന്നും നടന്നില്ല. അപ്പോൾ ഇത്രയും നേരം ഒട്ടിപൊളി മഴ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഞാനിപ്പോൾ മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്തായാലും ഊരണം കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കത്തിപ്പോവും. ആരേക്ക് പറ്റി അവയ്ക്ക് നൈസിന് അടുത്ത മഴയ്ക്ക് മുമ്പ് എങ്ങനെയും വീട്ടിൽ എത്താനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ ഇനി നാളെ കഴുകാം. നമുക്കറിയാവുന്ന ടീമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം കേട്ടോ. അതായത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹാൻഡിൽ വെച്ചു, സംഭവം വെച്ചു, വണ്ടി നൈസിനൊന്ന് കഴുകി, ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.